പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം തുടങ്ങുന്നത് തന്നെ ആദ്യ കത്ത് വരുമ്പോൾ ആ അഡ്വർടൈസ്മെന്റ് ഏജൻസിയുമായി തുടർന്നുള്ള കത്തിടപാടുകൾ നടത്തുമ്പോഴും അതിനുശേഷം ആ ഏജൻസി മാറി പിന്നീട് RBC വരുമ്പോഴും ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സ്പോൺസറെ തീരുമാനിക്കുമ്പോഴും കമ്മ്യൂണിക്കേഷൻസ് തീരുമാനിക്കുമ്പോഴൊക്കെ വ്യക്തമായ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് സ്പോൺസർ നിശ്ചയിക്കപ്പെടുന്നത്? ഒരു പബ്ലിക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇവന്റുകൾ നടത്തി പരിചയമുള്ള ആളുകളിൽ നിന്നാണോ എടുത്തിട്ടുള്ളത്? അങ്ങനെ ഒരു പരിചയവും പരിശോധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള പരിശോധനകളും ഈ മെസ്സി വരുന്നതും കേരളത്തിൽ വന്ന് ഇതിന്റെ ഭാഗമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടേണ്ടുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ പോലുമുള്ള പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിവാദത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുടക്കങ്ങളിൽ പെടുന്ന ഒന്ന്. അതൊക്കെ തന്നെയാണ് ആ ഫയലുകളിലെ ഏറ്റവും വലിയ അവ്യക്തതയായി നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഒരു സ്പോൺസറെ തീരുമാനിക്കുന്നത്? ആ സ്പോൺസറെ തീരുമാനിക്കുന്നതിനെടുത്ത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആ സ്പോൺസറെ തീരുമാനിക്കുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിഗൂഢമായി നിൽക്കുന്ന കാര്യങ്ങൾ. അല്ല, അതൊന്നും തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ലല്ലോ. സ്പോൺസർ ആരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്തായിരിക്കണം, അവർക്ക് എത്രത്തോളം ഇതിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അവർക്ക് എത്രത്തോളം പിന്നെ ലാഭം ഇതിനകത്തുണ്ടാകും, നഷ്ടമുണ്ടായാൽ ആ നഷ്ടം ആര് വഹിക്കും, ലാഭമുണ്ടായാൽ ലാഭത്തിന്റെ ഷെയർ ആരെടുക്കും, ഷെയർ ആർക്കൊക്കെയാണ്, ഗവൺമെന്റിന് ഷെയർ ഉണ്ടോ, അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാത്രമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോൺസർക്ക് മാത്രമാണോ എന്നുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് തന്നെ ഒരു വ്യക്തത വേണമായിരുന്നു. ആ വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കരാറിന്റെയും ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളുടെയും ഗവൺമെന്റ് ഓർഡറുകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, ഞാൻ അതിന്റെ ഒരു പരിശോധനയിൽ ഇരിക്കുന്ന ഒരു ഫയലിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തന്നെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ്. അത് വ്യക്തമായ പരിശോധനയ്ക്ക് ശേഷം ഒരു അന്വേഷണം നടത്തേണ്ട വിഷയം കൂടിയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിന്റെ ആദ്യ കത്തിടപാട് നടന്നു തുടങ്ങുന്ന സമയം മുതൽ 2 വർഷക്കാലം മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇമെയിലിൽ നിന്ന് ഈ ഗോട്ടാടുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ നടത്തുന്ന സമയം മുതൽ അതിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി കുറിപ്പ് മാത്രമാണ് വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ മുതൽ ഏറ്റവും അവസാനം ഘട്ടം വരെയുള്ള ഒരു ഘട്ടത്തിലും പ്രൊസീജിയർ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ തന്നെ പലപ്പോഴും അവരതിനെ വഴങ്ങാതെ നിൽക്കുന്ന ഘട്ടങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ പ്രൊസീജിയറൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളോട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പണത്തിന്റെ ഉറവിടം അന്വേഷിക്കുമ്പോൾ എല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണല്ലോ. പണത്തിന്റെ ഉറവിടം, പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നികുതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, പണം കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ കരാറിന്റെ ഭാഗമായിട്ടുള്ള പണക്കൈമാറ്റവും ഒന്നും തന്നെ നീതീകരിക്കപ്പെടുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അത്തരത്തിലുള്ള കൈമാറ്റം ഉണ്ടായിട്ടുള്ളത്, കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താണ്, ഇതെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. അന്വേഷിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പുറത്തു വരും. പോലീസ് റിപ്പോർട്ട് അടക്കം അവഗണിക്കുമ്പോൾ അതിൽ മറ്റ് മുൻ സർക്കാരിലെ ആർക്കെങ്കിലും ഒക്കെ വ്യക്തിപരമായിട്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യമല്ല, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്ന്. കാരണം അങ്ങനെ കേരളത്തിനകത്ത് ഇപ്പോൾ ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ഏതെങ്കിലും മാധ്യമങ്ങളോട് അന്വേഷിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. അല്ലെങ്കിൽ വലിയ പരസ്യ ഏജൻസികളും ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ ഇവന്റുകൾ സംഘടിപ്പിക്കാൻ ശേഷിയുള്ള രാജ്യത്ത് തന്നെ ഒട്ടനവധിയായ ഏജൻസികളും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരെ ആരെയും സമീപിച്ചതായിട്ടോ അവർക്ക് ആർക്കെങ്കിലും ഒരു കോൾ ഫോർ പോയതായിട്ടോ അവർക്ക് ആർക്കെങ്കിലും ഒരു ലെറ്റർ പോയതായിട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ താല്പര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, അതിനേക്കാൾ ഉപരി രാഷ്ട്രീയ താല്പര്യങ്ങളും അതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പം, രാഷ്ട്രീയമായ സംരക്ഷണങ്ങൾക്കൊപ്പം വ്യക്തിപരമായ കച്ചവട താല്പര്യങ്ങളും അതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് കായിക വകുപ്പിന്റെ നിലപാട്.